ഹായ്, അസ്സലാം വലൈക്കും, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ എൻ്റെ ലൈഫ് ലൈനിലേക്ക് കിടക്കുകയാണ്. ഞങ്ങൾ ടോട്ടൽ 10 മെമ്പേഴ്സാണ്. വാപ്പ, ഉമ്മ, 6 ബ്രദേഴ്സ്, 4 സിസ്റ്റേഴ്സാണ്. അങ്ങനെ 10 പേർ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ പൂർവികം കൊടുവായൂരാണ്. കൊടുവായൂർ കൂള വീട് എന്ന് പറയും. കൂള വീട് എന്ന് പറയും. ഫാമിലി നെയിമാണ് കൂള ഹൗസ്. അങ്ങനെ ഞങ്ങൾ സിസ്റ്റേഴ്സ് 4 സിസ്റ്റേഴ്സും 6 ബ്രദേഴ്സുമാണ്. അതിൽ ഒരു ബ്രദർ മരിക്കുകയും ഒരു സിസ്റ്റർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി 8 ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഉമ്മ മരണപ്പെട്ടു, വാപ്പിയും മരണപ്പെട്ടു. അത് ഞാൻ ഗൾഫിലുള്ള സമയത്താണ്. പക്ഷേ അവരുടെ 2 പേരെ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ആദ്യത്തെ ഞാൻ 1988 ആദ്യം സൗദിക്ക് പോകുന്നത്. 89 ഉമ്മ മരണപ്പെടുകയും 1990 വാപ്പ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ 2 ആളുടെയും മയ്യത്തിനെ കാണാൻ കഴിയില്ല. അതിൽ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ 88 ജനുവരി 25 ഞാൻ ബോംബെയിൽ നിന്നും സൗദിക്ക് ഫ്ലൈറ്റ് കയറുന്നത്. അതൊരു വലിയൊരു ചരിത്രമാണ്. അന്നത്തെ ചവിട്ടിക്കയറ്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായത് ബോംബെയിൽ പോയി കുറേ കാലം അവിടെ ഇരിക്കലും, ഏജൻറ്റുമാർ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോകുന്നു, വല്ലാതെ ചീരഴിഞ്ഞതിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് പോകാണ്ട് ആ സമയത്ത്. അങ്ങനെ ജാനുവരി 25 ആദ്യത്തെ എയർ ഇന്ത്യയിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. അത് ചവിട്ടിക്കയറ്റാണ്. അങ്ങനെ ഒന്നും പറയണ്ട, അന്ന് ഫ്ലൈറ്റിൽ കയറുന്ന ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം ലൈഫിൽ ആദ്യത്തെ ഫ്ലൈറ്റ് ട്രാവലിംഗ് അല്ലേ, വല്ലാതെ ഒരു മനസ്സിലൊരു അങ്കലാപ്പും ഒരു അതായത് മുകളിലേക്ക് നമ്മളിപ്പോൾ ഒരു കയറി ഇറങ്ങുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു ഗുപ്പൊന്നും ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്ന് ഈവനിങ് ആണ്, ഒരു 4:30 ഞങ്ങൾ സൗദി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്നത്, റിയാദിൽ. അവിടെ നിന്ന് ഒന്നും അറിയില്ലല്ലോ. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഈ ഇമിഗ്രേഷൻ ചെക്കപ്പ് ഇവരെ കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല അറബി. ഞാനും എൻ്റെ കൂടെ എൻ്റെ കമ്പനിക്ക് തന്നെ ഒരു കരീം എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ആലത്തൂർ പത്തനാപുരം. ഞങ്ങൾ 2 ആൾ പുറത്ത് വന്നു. ഞങ്ങൾക്ക് എന്താ അറിയണത്, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഫ്ലൂസ് സംഭവം അറിയില്ല. അവന്മാരെ 1-2 നീഗ്രോ ഈ കറുപ്പന്മാരൊക്കെ വന്നിട്ട് അറബികളൊന്നും അറിയില്ല. ഫ്ലൂസ് പറയും, നമുക്ക് എന്താ അറിയില്ലല്ലോ. അവർ ചോദിക്കുകയാണ് പൈസ, മണി ചോദിക്കുകയാണ് പൈസ, പോകാനുള്ള വാടക. ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരു മലയാളി വന്നു. മലയാളിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ഥലം, പോണ സ്ഥലം അറിയാം. അയാളെയും ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ ഒരു മലയാളിയുടെ കൂടെ ടാക്സി ഓടുന്ന ഒരു മലയാളിയാണ്. അയാൾ ഞങ്ങളെ കയറ്റി. ഞങ്ങൾ പോകുന്ന സ്ഥലം അൽ സുൽഫി, അതായത് റിയാദ് എയർപോർട്ടിൽ നിന്ന് 300 കിലോമീറ്റർ അത്രയും ദൂരമുണ്ട്. കുറേ പോകണം. മജറ ഏരിയയാണ്, അതായത് അഗ്രികൾച്ചർ ഏരിയയാണ്. അവിടെ മുഴുവനും തോട്ടങ്ങളാണ് കൂടുതലും. ഈന്തപ്പനയും ഗോതമ്പും മറ്റും അവർ കൃഷി ചെയ്യുന്ന സ്ഥലം വഴിക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനും ആ ടാക്സി ഡ്രൈവർ മനസ്സിലായി, നിങ്ങളുടെ സ്പോൺസർ ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ് പറയുന്ന സ്ഥലത്തേക്ക് ട്രാവൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഇതിപ്പോൾ ഞാൻ 1988 മുതലേക്ക് 88 കഥയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതായത് 70 മുതലേക്ക് 88 വരെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം അല്ലേ. കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ബെൽ ബൈക്കൺ അടിക്കാനും മറക്കണ്ട അല്ലേ.